സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പണമില്ലാതെ ഇരിക്കുന്നു എന്ന് ആവർത്തിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, എന്താ പറയുക, കലാമണ്ഡലത്തിന്റെ സാരഥിക്ക് 2 ലക്ഷം രൂപയാണ് ഒരു മാസം ശമ്പളമായി കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ സവാരി ചെയ്യുന്നതിന് ഒരു മടിയും വിചാരിക്കാറില്ല. അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുന്നു, അതിന് കോടികൾ വാടക കൊടുക്കുന്നു വെറുതെ ഇട്ടിട്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ലോക കേരള സഭ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇപ്പോ ടൈം സ്ക്വയറിൽ വെച്ച് ഒന്ന് നടത്തി, അത് കഴിഞ്ഞിട്ടതായി ഇപ്പൊ വീണ്ടും ലോക കേരള സഭ നടത്തിയിരിക്കുന്നു. ഇതിനൊക്കെ ബഹുകോടികളാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. അതേ സമയത്ത് ഇപ്പോ ഈ കുവൈറ്റിലെ ട്രാജഡിയുടെ ഫലമായിട്ട് യൂസഫ് അലിയെ പോലെയുള്ള വ്യവസായ പ്രമുഖർ, പ്രവാസി വ്യവസായ പ്രമുഖർ ഈ ലോക കേരള സഭയിൽ നിന്ന് വിട്ടുനിന്നു. അവരത്രയുമെങ്കിലും അല്ല, അവർ വളരെ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് ഉള്ളവരാണ്. രവി പിള്ളയും യൂസഫ് അലിയും ഒക്കെ, അവരെ ആദരിക്കുന്നു ഞാൻ. കാരണം ആ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസ് ഉള്ളത് കൊണ്ടാണ് അവർ ലോക കേരള സഭയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അവിടെ മരിച്ചവരുടെയും ദുരിതത്തിലായവരുടെയും ഒക്കെ ക്ഷേമങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി നിലകൊള്ളുകയും ചെയ്തത്. അതുപോലെ തന്നെയാണല്ലോ മുഖ്യമന്ത്രി ഇവിടെ പോലീസിന്, നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് എങ്ങനെയായിരുന്നു, പ്രതിയുടെ പുറകെ പോലീസിന് പോകാൻ പോലും വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ പോകാതിരുന്ന സാഹചര്യത്തിലും നമ്മുടെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? എത്രയെത്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ്, 37 വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരുന്നത്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? മുൻഗണനകൾ തെറ്റുന്നു. മുൻഗണനകൾ തെറ്റി വെസ്റ്റ് ബംഗാളിൽ എന്താണ് സംഭവിച്ചത് എന്നതുകൊണ്ട് പോലും പാഠം പഠിക്കാത്തവർ കേരളത്തിൽ പഠിക്കും. കാരണം കേരളത്തിലുള്ളവർ അത്ര വേഗം മറക്കില്ല. നമുക്കറിയാം, CAGയുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2022-23 വർഷത്തെ 28,258.39 കോടി രൂപയാണ് പിരിച്ചെടുക്കാനുണ്ടായിരുന്ന നികുതിയേതര വരുമാന കുടിശ്ശിക. അപ്പൊ അതൊക്കെ പിരിച്ചെടുക്കാതെ പോയത്, പിന്നെ വകമാറ്റി ചെലവഴിച്ചത്, ദൂർത്ത്, ഇതിൻ്റെ എല്ലാം പണം ഉണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു, സൗകര്യമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒട്ടുമിക്ക സമയങ്ങളിലും മാസങ്ങളിലും ഈ പറയപ്പെട്ട എന്താ പറയുക, ഈ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായിരുന്നു. എന്നിട്ടോ കോടതിയിൽ ഈ ഗവൺമെന്റ് തന്നെ കോടതിയുടെ മുൻപാകെ, ഹൈക്കോടതിയുടെ മുൻപാകെ പറയുകയുണ്ടായി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു അവകാശമല്ല, ഔദാര്യം എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞില്ല. പക്ഷേ ആ സംസാരിച്ചു വരുന്നത് കേട്ടാൽ തോന്നുക, കോടതിയിൽ കൊടുത്ത ഉത്തരം കേട്ടാൽ തോന്നുക ഇത് ഔദാര്യമാണ്, അല്ലാണ്ട് അവരുടെ അവകാശമല്ല എന്നാണ്. പക്ഷേ ഔദാര്യമല്ല, സർക്കാരിന്റെ ഒരു തീരുമാനം അനുസരിച്ച് കൊടുക്കുന്നു എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഔദാര്യമായിട്ട് കൊടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഒരു ക്ലെയിം വെച്ചാലും അങ്ങനെ സർക്കാരിനെ വിമർശിക്കാൻ നിൽക്കേണ്ട എന്ന നിലപാടാണ് ഗവൺമെന്റ് കൈക്കൊണ്ടത്. അപ്പോൾ അതിന്റെ ഒക്കെ പ്രതിഫലനമാണ് നാം എവിടെ കണ്ടത്? ഇലക്ഷനിൽ കണ്ടത്. ജനങ്ങൾ, അവർക്ക് അവകാശങ്ങൾ ഉണ്ട്, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശം തന്നെയാണ്, അത് ഗവൺമെന്റിന്റെ ഒരു ഔദാര്യമല്ല എന്ന് കണക്ക് ചൊല്ലി പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇലക്ഷനിലൂടെ ജനങ്ങൾ ചെയ്തത്. അപ്പൊ ഗവൺമെന്റ് ഓർക്കേണ്ട കാര്യം, ഇത്ര വില കൂടിയിരിക്കുന്ന സാഹചര്യത്തില്, അതായത് വിലകൾ എങ്ങനെയാണ് കൂടിയിരിക്കുന്നത്? ഓൾ ഇന്ത്യ തലത്തില് 4.83% ഉപഭോക്തൃ വിലകൾ. ഉപഭോക്തൃ വിലകളിലാണ് പച്ചക്കറികള്, പിന്നെ ഭക്ഷ്യസാധനങ്ങള്, ഇവരെല്ലാം വില വരുന്നത് ഉപഭോക്തൃ വില സൂചികയിലാണ്. അങ്ങനെ ഓവറോൾ ആയിട്ടുള്ള ഉപഭോക്തൃ വില സൂചിക 4.83% എത്തി നിൽക്കുകയാണ് ഓൾ ഇന്ത്യ തലത്തിൽ. പക്ഷെ കേരളത്തിൽ അത് 5.47% എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠനവും അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ പഠനവും കാണിക്കുന്നു. തീർന്നില്ല, കേരളത്തിലെ ഭക്ഷ്യ മാത്രം എടുക്കുക. ഇപ്പൊ നമ്മള് ഉപഭോക്തൃ വില മൊത്തമായിട്ടല്ല, അതിൽ നിന്ന് ഭക്ഷ്യവിലയെ മാത്രം വേറിട്ടെടുക്കുക. ഭക്ഷ്യവിലയെ മാത്രം വേറിട്ടെടുക്കുമ്പോൾ കേരളത്തിൽ അത് 8.73% എന്നുള്ളതും വലിയ ദുഃഖകരമായ കാര്യം, അത് ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും നിഷേധിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഈ പാവപ്പെട്ട മനുഷ്യര് അവർക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ, അതായത് 13 ഇനം സാധനങ്ങൾ
സപ്ലൈകോ വഴി നീതി വിലയ്ക്ക് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് നടക്കുന്നില്ല. സപ്ലൈകോ ഔട്ട്ലെറ്റുകളൊക്കെ വെറുതെ കിടക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് അത് ലഭ്യമല്ല. വില അങ്ങേയറ്റമായി വർദ്ധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവർക്ക് പെൻഷനുമില്ല. അപ്പൊ അവരെങ്ങനെയാണ് കഴിയുക? എങ്ങനെയാണ് അവരൊരു സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുക? നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ അയ്യോ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ കേരളം 1-ാം സ്ഥാനത്താണ് ദശകങ്ങളായി എന്ന് എപ്പോഴും വീമ്പിളക്കുന്നവരാണ്. ആ സ്ഥാനത്ത് അവർ തുടരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകണം, അവർക്ക് പ്രാപ്യമായ വിലയ്ക്ക്. അതുപോലെ തന്നെ പച്ചക്കറി പോലെയുള്ള സാധനങ്ങളും നിയതമായ വിലയ്ക്ക്, അഫോർഡബിൾ ആയിട്ടുള്ള വിലയ്ക്ക് ലഭ്യമാകണം. അതിന് അവസ്ഥ ഇല്ലാത്ത അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ അത്തരം സാഹചര്യത്തില് പൂഴ്ത്തിവയ്പ്പുകാരും കരിഞ്ചന്തക്കാരും വളരെ ശക്തരാണ്. ഇവിടെ വലിയ കൃത്രിമം കാണിച്ച് എന്താ പറയുക, ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇക്കൂട്ടരെന്ന് ഗവൺമെന്റിന് കാലാകാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ അവരുടെ നേരെ ഒരു 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 നോട്ടം പോലും നോക്കുന്നില്ല, അവരെ കയ്യാമം വെക്കുന്നില്ല, പരിശോധനകൾ നടത്തുന്നില്ല, എടുക്കുന്നില്ല പൂഴ്ത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ, അതായത് ഗുണ്ടാ വിളയാട്ടം പോലെ തന്നെയാണ് ഈ പൂഴ്ത്തിവയ്പ്പുകാർക്കും കരിഞ്ചന്തക്കാർക്കും. കാരണം അതിനൊരു കാരണമുണ്ട്. അവരുടെ മേഖലകളിലേക്ക് കടന്നു ചെല്ലാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് സ്പോൺസർഷിപ്പ്. ഇവരോടൊക്കെ കണ്ടമാനം പണം വാങ്ങിയിട്ടുള്ള ഗവൺമെന്റ് ആണ് സ്പോൺസർഷിപ്പിന്റെ പേരിൽ. അപ്പോൾ അവരുടെ ഗോഡൌണുകളിലേക്ക് കടന്നു ചെന്ന് അവിടെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് പൊക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അലോസരമുണ്ടാക്കും. ഗവൺമെന്റും അവരും തമ്മിലുള്ള ആ ഡീല് അവിടെ എന്താണ് പറയുക, തകർക്കപ്പെടും. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചാണ് ഇതിനൊന്നും മുതിരാതെ ജനങ്ങൾ അങ്ങ് സഹിച്ചു കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ കണ്ണടച്ച്, അതായത് ഇതൊന്നും ഗവൺമെന്റ് പ്രയോറിറ്റിയിൽ പെട്ടതല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം തീർച്ചയായിട്ടും ഈ സ്പോൺസർഷിപ്പ് വഴി അവിടെയുള്ള കടപ്പാടാകാൻ തന്നെയാണ് സാധ്യത. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൊടുത്താൽ തന്നെയും പിന്നെയും 5 ഗഡു കിടക്കുകയാണ്. അപ്പൊ ഈ ക്ഷേമ പെൻഷൻ ഇനി ഈ 5 ഗഡുവും കൂടി 2026 ഇലക്ഷൻ വരുമ്പോഴേക്കും കൊടുത്ത് അടുപ്പിച്ചെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ച് വീണ്ടും 3-ാം ഭരണത്തിലേക്ക് വരാമെന്നോ മറ്റോ വിചാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഗവൺമെന്റിനെ പഠിക്കേണ്ടതുപോലെ സാധാരണ ജനം പഠിച്ച് കഴിഞ്ഞു. ഇനിയുള്ള വിധിയെഴുത്തുകളൊക്കെ ഈ ഗവൺമെന്റിനെതിരായിട്ട് വരാനാണ് സാധ്യത എന്ന് തന്നെ മനസ്സിലാക്കണം.